സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളെ ഹൃദയത്തിൽ പതിഞ്ഞേ പറ്റൂ. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ച് കേട്ടോണം. എന്തുകൊണ്ടാണ് ഏലീശായുടെ മേൽ ഏലിയാവിൻ്റെ പുതപ്പ് വീണു? ഏലീശ തൻ്റെ അമ്മയുടെ കൈ അപ്പൻ്റെ അടുക്കൽ സംസാരിക്കാനായിട്ട് തിരിയുമ്പോൾ ഏലിയാവ് പറയുന്നൊരു പദം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തന്നെന്ന് നീ ഓർമ്മിക്കണം. മനസ്സിലാക്ക്, ഒരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം വേണ്ടെന്നല്ല, ബന്ധുക്കളുടെയും സ്വന്തക്കാരെയും സ്നേഹം വേണ്ടെന്നല്ല, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മക്കളുടെയും സ്നേഹം വേണ്ടെന്നല്ല. ഒന്നും മനസ്സിലാക്ക്, വളരെ ശ്രദ്ധിക്കുക. ബന്ധങ്ങളെ എടുത്തു ഉപയോഗിച്ച് സാത്താൻ നിൻ്റെ മേലിട്ട ദൈവത്തിൻ്റെ നിയോഗത്തെ തെറ്റിക്കത്തക്ക നിലവാരത്തിൽ പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. ഒരു മനുഷ്യൻ്റെ മേൽ ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൈവപ്രവൃത്തിയെ തകർക്കാൻ സാത്താൻ പ്ലാനോട് കൂടി നടക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ബന്ധുക്കളുടെ വിഷയങ്ങളാകാം, ഭാര്യയുടെ വിഷയങ്ങളാകാം, മക്കളുടെ വിഷയങ്ങളാകാം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. നമ്മൾ എത്ര അഭിഷേകത്തിലിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുത്താലും നമ്മളോടൊപ്പം സ്തോത്രം ആമേൻ നമ്മുടെ മക്കളോ നമ്മുടെ ഭാര്യയോ കാണത്തില്ല. തെറ്റായിട്ട് സംസാരിക്കുന്നതല്ല, കാരണം അവരുടെ മേൽ ഈ അഭിഷേകത്തെ പകരാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ ലോകത്തിൻ്റെ വെളിച്ചമാകും എന്നാണ് ദൈവവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം നീ നടക്കുന്നു എന്ന് സാത്താൻ അറിയാമെങ്കിൽ സാത്താൻ നിൻ്റെ പുറകിൽ നിന്നെ നശിപ്പിക്കാൻ, നിൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ നശിപ്പിക്കാൻ അവൻ പ്ലാനോട് കൂടി നടക്കും. ശ്രദ്ധിക്ക്, നിൻ്റെ കൂട്ടുകാരെ കൊണ്ട്, പാസ്റ്റർമാരെ കൊണ്ട്, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളെ കൊണ്ട് നീ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്നും എങ്ങനെ നിന്നെ മാറ്റിയെടുക്കാമെന്ന് സാത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏലിയാവ് പറഞ്ഞത്, ഞാൻ നിൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ഈ അഭിഷേകത്തിൻ്റെ പുതപ്പ് അതൊരു ചെറിയ വിഷയമല്ല, അത് വലിയ വിഷയമാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കത്തക്ക നിലവാരത്തിൽ നിന്നെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് ഏലീശയോട് ഏലിയാവ് പറഞ്ഞു കൊടുക്കുകയാണ്. നീ അമ്മയും അപ്പനെയും കാണാൻ പോകുന്നത് തെറ്റേ അല്ല, പക്ഷേ മാനുഷിക ബന്ധത്തിൽ ദൈവം നിയോഗം നശിപ്പിക്കരുത്. മാനുഷികമായിട്ടുള്ള വാക്കുകളിൽ ദൈവം നിന്നിൽ പകർന്ന അഭിഷേകത്തെ തെറ്റിച്ച് കളഞ്ഞു കളയരുത്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളാണ്. ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന ദൈവ അഭിഷേകത്തെ കാത്തുപരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. 2, ദിനം തോറും നീ പരിശുദ്ധാത്മാവിലാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തേ പറ്റൂ. ഈ വാക്ക് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, ഈ വരും കാലഘട്ടങ്ങളിൽ സ്വന്തം ജ്ഞാനത്തിലോ സ്വന്തം ബുദ്ധിയിലോ നമുക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 10-ാം അധ്യായം നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. മാനുഷിക ബുദ്ധിയാൽ മാനുഷിക സ്നേഹത്താൽ, മാനുഷിക നിയോഗത്താൽ ഞാൻ ഒരിടത്തും പ്രസംഗിക്കാൻ പോകുന്നില്ല. ദൈവ നിയോഗത്താൽ ഞാൻ പ്രസംഗിക്കാൻ പോകും. കാരണം മാനുഷിക നിയോഗം അത് ഭയങ്കരമായി സാത്താൻ കയ്യിലെടുത്ത് ദൈവം ആത്മാവ് ഇടപെടാൻ അനുവദിക്കാതെ മാനുഷിക ചിന്തകൾ, മാനുഷിക സ്നേഹങ്ങൾ കൊണ്ട് സമ്മർദ്ദത്തിൽ ഇങ്ങനെ തള്ളിവിടുന്നുണ്ട്. പക്ഷേ പൗലോസ് പറയുന്ന, ഞാൻ ദൈവ നിയോഗത്തിലല്ലാതെ ഞാൻ ഒരിടത്തും പോകത്തില്ല, ദൈവ സാന്നിധ്യമില്ലാതെ ഞാൻ ഒരിടത്തും പോകത്തില്ല. എൻ്റെ വാക്കല്ല ഇത്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേ, ദൈവവചനത്തിൻ്റെ വാക്കാണത്. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരാൻ പറ്റൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിൻ്റെ ബുദ്ധിയിൽ സാത്താനെ എതിർക്കാൻ പറ്റത്തില്ല, നിൻ്റെ മൈൻഡിൽ സാത്താൻ എതിർക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ മാത്രമേ, അതാണ് വചനം പറയുന്നത്, ഉപവസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വക ജാതികൾ നീങ്ങിപ്പോകത്തില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്ക്. 2024 അഭിഷേകമാണോ ഈ 2026? ശ്രദ്ധിക്കേ. അല്ല, അങ്ങനെ വരരുത്. കാരണം ഓരോ യുദ്ധത്തിനും ഓരോ അഭിഷേകത്തിൻ്റെ പവർ വേണം. ശദ്രക്, മേശക്, അബേദ്നെഗോ 7 മടങ്ങ് തീക്കകത്ത് വീണു. എങ്ങനെ വീണു? ദൈവത്തിൻ്റെ പവർ അവരെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ഇല്ലേ? നിൻ്റെ അകത്തിരിക്കുന്ന ദൈവ നിയോഗം സാത്താന് നന്നായിട്ടറിയാം. ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നെന്നാണ് പറഞ്ഞത്. ഈ വേലിയെ പൊളിച്ചു തന്നാൽ മാത്രമേ സാത്താന് തൊടാൻ പറ്റുള്ളൂ. അതിൻ്റെ അർത്ഥം, ദൈവം നിനക്ക് പകർന്നിരിക്കുന്ന അഭിഷേകത്തെ നിൻ്റെ ബന്ധുക്കൾ, സ്വന്തക്കാർ, ചാർച്ചക്കാർ, കൂട്ടുകാർ മുഖേന നശിപ്പിക്കണം, ഇല്ലാണ്ടാക്കണം. മാനുഷിക വാക്കുകൾ നീ കേൾക്കണം, എന്നാലേ സാത്താന് തൊടാൻ പറ്റൂ. ശ്രദ്ധിച്ചു നോക്ക്. ദൈവനാമത്തിൽ ഞാൻ ഈ പറയുന്നത് ശരിയോ തെറ്റോ? ഹല്ലേലൂയ. മാനുഷിക നിയോഗം എന്തുകൊണ്ടാണ്
ഏലിയാവ് ഏലീശയോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ നിനക്ക് ചെയ്തത് എന്തെന്ന് നീ ഓർത്തു വെച്ചോ. കണ്ട, ഇന്ന് നിങ്ങളോട് പരിശുദ്ധാത്മ പറയുന്നത് അതാ. ദൈവം നിനക്ക് തന്ന നിയോഗത്തിനകത്താണോ നീ നിൽക്കുന്നത്, അതോ കൂട്ടുകാരുടെ വാക്ക് കേട്ട്, ബന്ധുക്കളുടെ വാക്ക് കേട്ട്, സ്തോത്രം, ഹസ്ബൻഡിൻ്റെ വൈഫിൻ്റെ ഒക്കെ വാക്ക് കേട്ടാണോ നിൽക്കുന്നത്? അവരെല്ലാം നമ്മളെ മുറിപ്പെടുത്തും. അവരെ ഞാൻ കുറ്റപ്പെടുത്തണമില്ല. അവരെല്ലാം നമ്മളെ മുറിപ്പെടുത്തേണ്ട കാരണം ദൈവ നിയോഗത്തിൽ നീ വരരുത്. മാനുഷികമായിട്ടുള്ള സ്നേഹങ്ങൾ, മാനുഷികമായിട്ടുള്ള ബന്ധങ്ങൾ, മാനുഷികമായിട്ടുള്ള വാക്കുകൾക്കകത്ത് നീ കുരുങ്ങിക്കിടക്കണം. ദൈവശബ്ദം നീ കേൾക്കരുത്. ശ്രദ്ധിച്ചു നോക്ക്, അഗറോനെ സ്തോത്രം ജനം ഭയങ്കരമായിട്ട് നിർബന്ധിച്ചത് കൊണ്ടാണ് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങൾ ശ്രദ്ധിക്കേ, അഗറോൻ കാളക്കുട്ടിയെ ഉണ്ടാക്കാനെന്ന് പറഞ്ഞ് ഇട്ടതല്ല അങ്ങേര് പറയുന്നത്. അവർ കൊണ്ടുവന്ന കുണുക്കുകൾ ഞാൻ ഇട്ടപ്പോൾ ഒരു കാളക്കുട്ടി അതിനകത്ത് നിന്ന് വന്നു. അതിനൊന്ന് കൊത്തി ഒന്ന് ഷേപ്പാക്കിയതേ ഉള്ളൂ. കണ്ട, പക്ഷേ സ്തോത്രം മനുഷ്യൻ നിർബന്ധിച്ചത് കൊണ്ട് ഈ ദൈവത്തിൻ്റെ വാക്ക് മോശ സംസാരിക്കുമ്പോൾ അതിനെ ഏറ്റുപറയുന്ന അഗറോൻ എന്ത് ചെയ്തെന്ന് ശ്രമിക്കേ. കണ്ട, നിങ്ങൾ ശ്രദ്ധിക്കരുത്. മനുഷ്യൻ്റെ വാക്കല്ല, നീ ദൈവത്തിൻ്റെ വാക്കുകൾ. ഈ വാക്കുകളാൽ, വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നീ ദൈവ നിയോഗം മറക്കരുത്. നീ ദൈവ നിയോഗം മറക്കരുത്. ആമേൻ. സ്തോത്രം.